5 ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ ഒരാഴ്ചത്തിനുള്ളിൽ ഡിസ്ക് ബൾജ് മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല. ഡിസ്ക് ബൾജ് തിരിച്ച് തള്ളി കയറ്റാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇല്ല. അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റും നമുക്കില്ല. എന്താണ് ഈ ഡിസ്ക് ബൾജ്? എന്താണ് ഈ ഡിസ്ക്? ഡിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ നട്ടലിൻ്റെ ഒരു ഷോക്ക് ഒബ്സോർവറാണ്. നമ്മുടെ നട്ടലിൻ്റെ കണ്ണികളുടെ ഇടയ്ക്ക് ഇരിക്കുന്ന ഒരു ചെറിയൊരു ഷോക്ക് ഒബ്സർവർ പോലെയാണ് ഡിസ്ക്. നമ്മുടെ ഡിസ്കിൻ്റെ സൈഡിലൂടെയും ബാക്കിലൂടെയാണ് കാലിലെ ഞരമ്പുകൾ വരുന്നത്. അപ്പോൾ ഈ ഡിസ്ക് ഈ തള്ളിച്ച അതാണ് ഡിസ്ക് ബൾജ്. ഓക്കെ, ഡിസ്ക് ബൾജ് എന്ന് പറഞ്ഞത് നമ്മുടെ നട്ടലിൻ്റെ നടുവേദന ഉണ്ടാക്കുന്ന ഒത്തിരി കാരണങ്ങളുണ്ട്. അതിനകത്ത് ഒരു റീസൺ മാത്രമേ ഉള്ളൂ ഈ ഡിസ്ക് ബൾജ്. അപ്പോൾ ഈ ഡിസ്ക് ബൾജ് എന്ന് പറയുമ്പോൾ ഷോക്ക് ഒബ്സർവർ ബാക്കിൽ അതിലൊരു ജെല്ലുണ്ട്. ആ ജെല്ല് ബാക്കിലോട്ടോ അല്ലെങ്കിൽ സൈഡിലോട്ടോ തള്ളി വരുമ്പോഴാണ് നമുക്ക് കാലിൽ വേദന വരാം. സൈഡിലോട്ട് തള്ളി വരുമ്പോൾ ഒരു കാലിലോട്ട് വേദന വരാം. ബാക്കിലോട്ട് തള്ളി വരുമ്പോഴാണ് 2 കാലിൽ വേദന അല്ലെങ്കിൽ നടുവേദന വരും. എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്? നമ്മുടെ പ്രായത്തിൻ്റെ ഭാഗമായിട്ട്, തേയ്മാനത്തിൻ്റെ ഭാഗമായിട്ട് ഡിസ്ക് ബൾജ് വരാം. പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും വെയിറ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ വീഴ്ച ഉണ്ടാകുമ്പോൾ നമുക്ക് ഡിസ്ക് ബൾജ് വരാം. പിന്നെ ഡിസ്ക് ബൾജ് ട്രീറ്റ്മെൻറ്റ് എന്താണ്? ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പല ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതിനകത്ത് ഒറ്റ 5 ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ ഒരാഴ്ചത്തിനുള്ളിൽ ഡിസ്ക് ബൾജ് മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല. ഡിസ്ക് ബൾജ് തിരിച്ച് തള്ളി കയറ്റാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇല്ല. അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റും നമുക്കില്ല. അല്ലെങ്കിൽ ഒരു സ്ഥലത്തും അതിന് ട്രീറ്റ്മെൻറ്റ് ഇല്ല. പല ആൾക്കാർ പറയും ഡിസ്ക് തിരിച്ച് തള്ളി കയറ്റാം എന്നുള്ളത്, അല്ലെങ്കിൽ വലിച്ച് അതിൽ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക് തിരിച്ച് കയറിപ്പോകും എന്നുള്ളതും അങ്ങനെ പറ്റില്ല. ഡിസ്ക് ബൾജ് ഉണ്ടെങ്കിൽ അത് അവിടെ ഉണങ്ങണം. ഉണങ്ങിക്കഴിയുമ്പോഴേക്കും നമ്മുടെ വലിയ വേദന മാറും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് പിന്നെയും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. അത് കൂടുതൽ അഗ്രവേറ്റ് ചെയ്യാതിരിക്കാനോ അല്ലെങ്കിൽ തള്ളി വരാതിരിക്കാൻ വേണ്ടിയാണ്.